തൃശൂർ വിൽവട്ടത്ത് ആശുപത്രിയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരൻ കസ്റ്റഡിയിലായിട്ടുണ്ട്. ആശുപത്രിയിലെ യുഡി ക്ലർക്ക് അനൂപാണ് കസ്റ്റഡിയിലായത്. ക്രമക്കേട് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണ് ആശുപത്രിക്ക് തീയിട്ടത് എന്ന് സംശയിക്കുന്നുണ്ട്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, എങ്ങനെയാണ് അന്വേഷണം ഇയാളിലേക്ക് എത്തിയത്? ക്രമക്കേട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി 3 ജീവനക്കാർ ഈ ഫാർമസി പരിസരത്ത് ഇരിക്കുമ്പോഴാണ് അതിനോട് ചേർന്നുള്ള മുറിയിൽ ആദ്യം തീ പടർന്നത്. പക്ഷെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു കൃത്യമായ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന യുഡി ക്ലർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത്. പക്ഷേ തീയിട്ട ആളെക്കുറിച്ചോ ഒന്നും തന്നെ മറ്റാർക്കും തന്നെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഈ ജീവനക്കാരന്റെ തന്നെ വാക്കുകളിൽ നിന്നാണ് മറ്റൊരു അജ്ഞാതനായ വ്യക്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഓടി രക്ഷപ്പെട്ടു, മുഖംമൂടി ധരിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. പക്ഷെ പോലീസിന് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഫോൺ കോളുകൾ ഉൾപ്പെടെ ഉള്ള ഇവയെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാരനിലേക്ക് തന്നെ അന്വേഷണം എത്തിയത്. നിലവിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. തുടർ നടപടികൾ പോലീസ് തീരുമാനിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കളെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഫാർമസിയുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ നടത്തിയതായാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായി സ്വയം ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇതെന്നാണ് പ്രാഥമികമായ നിഗമനം. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.